ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഡ്രൈവിംഗ് എക്സാമിൻ്റെ സിലബസിൽ ഒരു ചെറിയൊരു പാർട്ടുണ്ട്, ക്രോസ് കൺട്രി ഡ്രൈവിങ്ങും ഹിൽ ഡ്രൈവിങ്ങും. നമ്മളൊരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോസ് കൺട്രി ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹിൽ ഡ്രൈവിങ് അല്ലേ, നമ്മളുടെ ഒരു ചെങ്കുത്തായ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതേപോലെയുള്ള ചുരങ്ങളിലൊക്കെ വാഹനം ഓടിക്കുന്നതിനാണ് നമ്മൾ ഹിൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഡ്രൈവിങ്ങിൻ്റെ സിലബസിൽ ഈ ഒരു പാർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, ക്രോസ് കൺട്രി ഡ്രൈവിങ്ങിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഹിൽ ഡ്രൈവിങ്ങിനെ കുറിച്ചും നമ്മളുടെ ഈ ഒരു സിലബസിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് പഠിക്കേണ്ടത്, ആ ഭാഗങ്ങൾ എന്തൊക്കെയായിരിക്കാം ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രോസ് കൺട്രി ഡ്രൈവിംഗ്. എന്താണ് ക്രോസ് കൺട്രി ഡ്രൈവിംഗ് അല്ലെങ്കിൽ ക്രോസ് കൺട്രി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തിലോട്ട് അല്ലെങ്കിൽ ആ രാജ്യത്ത് നിന്നും വേറൊരു രാജ്യത്തിലോട്ട് നമ്മൾ ഒരു രാജ്യത്തെ കടന്ന് റോഡ് മാർഗം പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോസ് കൺട്രി ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കുറേ ആളുകൾക്ക് അതൊരു ഹോബിയായി മാറിയിട്ടുണ്ട് ക്രോസ് കൺട്രി ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്നത്. സ്വന്തമായിട്ട് വാഹനം ഉപയോഗിച്ചിട്ട് പാഷനുള്ള ആളുകളൊക്കെ ആ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലോട്ട് അങ്ങനെ നമ്മളെ വാഹനം കൊണ്ട് ട്രാവൽ ചെയ്യാറുണ്ട്, സ്വന്തം വാഹനം കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് കുറേ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ എന്താ പറയുന്നത്, ക്രോസ് കൺട്രി ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. വിനോദത്തിനായിട്ടും മറ്റും രാജ്യത്തിലുടനീളം വാഹനവുമായി സഞ്ചരിക്കുന്ന രീതിയാണ് ക്രോസ് കൺട്രി ഡ്രൈവിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലോട്ട്, ഓരോ രാജ്യങ്ങളിലോട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാറിപ്പോകാം. അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ പോകുന്ന സമയങ്ങളിൽ ഒരു വാഹനത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ വാഹനത്തിന്റെ ടെക്നിക്കൽ ആസ്പെക്റ്റിലാണ് പറയുന്നത്, നിയമങ്ങളോ അതില്ലെങ്കിൽ അതിന്റെ പേപ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളതാണെങ്കിൽ ഇത്തരം യാത്രക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ എല്ലാവിധ സന്ദർഭങ്ങളിലും ഓടുവാൻ കഴിവുള്ളതായിരിക്കണം. ഇപ്പോൾ നമുക്കറിയാം, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ നമുക്ക് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ തന്നെ ഇന്ത്യയുടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് തന്നെ പല രീതിയിലുള്ള ക്ലൈമറ്റ്, പല രീതിയിലുള്ള റോഡുകൾ അല്ലേ, അങ്ങനെയുള്ള പല അവസ്ഥകളോട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കടന്നു പോകേണ്ടി വരും. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം എന്ന് പറയുന്നത് എല്ലാവിധ സന്ദർഭങ്ങളിലൂടെയും, അതായത് ചരലുള്ള ഏരിയ ആണെങ്കിൽ അങ്ങനെ ചരല്, അല്ലെങ്കിൽ മണ്ണ്, മഞ്ഞ്, അങ്ങനെ എന്താണോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ആ വാഹനങ്ങളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനമായിരിക്കണം. അത് ടയർ മാത്രമല്ല, ആ വാഹനത്തിൻ്റെ എഞ്ചിനും അതുമായി ബന്ധപ്പെട്ട സിസ്റ്റംസും കാര്യങ്ങളൊക്കെ തന്നെ അതിന് പറ്റുന്ന രീതിയിലുള്ള കഴിവുള്ള വാഹനമായിരിക്കണം എന്നുള്ളതാണ് ഒന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പറയുന്നത്, പല ദുർഘടമായ പാതകളും താണ്ടുന്നതിനായി അത്തരം വാഹനങ്ങളിൽ 4 വീൽ ഡ്രൈവ്, സെൽഫ് ലോക്കിംഗ് ഡിഫറൻഷ്യൽ, അധിക ഗ്രൗണ്ട് ക്ലിയറൻസ്, ABS, ഫ്ലെക്സിബിൾ സസ്പെൻഷൻ, പ്രത്യേക ടയറുകൾ എന്നിവ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങൾ പറയാം അല്ലേ. ഒരു വാഹനം നമുക്ക് പല പല രീതിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഓരോ പോയിന്റ് ആക്കി എടുത്ത് പറയാം. അപ്പം അങ്ങനെയുള്ള വാഹനങ്ങളിൽ 4 വീൽ ഡ്രൈവ് നമുക്കറിയാമല്ലോ. 4 വീൽ ഡ്രൈവ് എന്താണ്? നോർമലി നമ്മുടെ വാഹനങ്ങൾക്കൊക്കെ 2 വീൽ ഡ്രൈവ് ആണ് അല്ലേ. ഒന്നെങ്കിൽ ഫ്രണ്ട് വീലിലോട്ട് ഡ്രൈവ് കൊടുക്കും, അല്ലെങ്കിൽ റിയർ വീലിലോട്ട് ഡ്രൈവ് കൊടുക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു പല കേസസിൽ പോകുന്ന സമയത്ത് നമ്മളെ ഫ്രണ്ട് വീലിലെ ഡ്രൈവ് എടുക്കാതിരിക്കുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ റിയർ വീൽ ഡ്രൈവ് എടുക്കാതിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് 4 വീലിലോട്ടും ഡ്രൈവ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനും 4 വീൽ ഡ്രൈവ് വാഹനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ 4 വീൽ ഡ്രൈവ് വാഹനങ്ങളായിരിക്കും നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഉത്തമം. കാരണം നമ്മൾ ഏതൊക്കെ രീതിയിലൂടെയാണ് പോകുന്നത് അറിയില്ലല്ലോ. അപ്പോൾ 4 വീൽ ഡ്രൈവ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സെൽഫ് ലോക്കിംഗ് ഡിഫറൻഷ്യൽ ലോക്കിംഗ് മെക്കാനിസം ഉണ്ടായിരിക്കണം. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് മാക്സിമം കൂടുതലായി കഴിഞ്ഞാൽ പല രീതിയിലൂടെയും പോകാൻ കഴിയും. അതോടൊപ്പം തന്നെ ABS, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അല്ലേ, വാഹനം സ്കിഡൊന്നും ആകാതെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ചെയ്താൽ കിട്ടാൻ വേണ്ടിയിട്ടും പിടിച്ചാൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഹനങ്ങൾ കൊടുക്കുന്ന ഒരു മെക്കാനിസമാണ് ABS എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഫ്ലെക്സിബിൾ സസ്പെൻഷൻ, നമുക്ക് സസ്പെൻഷന്റെ ഹൈറ്റ് കൂട്ടാനും കുറക്കാനും ഒക്കെ മെക്കാനിസങ്ങളൊക്കെ നമുക്ക് വാഹനത്തിൽ ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേമാതിരി തന്നെ പ്രത്യേകമായിട്ടുള്ള ടയറുകൾ, അധികം ആളുകളും വീതി കൂടിയ നല്ല ടെറൈനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടയറുകൾ കാര്യങ്ങളൊക്കെ ഇടും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ ജസ്റ്റ് ക്രോസ് കൺട്രി ഡ്രൈവിംഗ് എന്താ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, അതായത് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പോകുന്നില്ല. നെക്സ്റ്റ് നമുക്ക് ഹിൽ ഡ്രൈവിങ്ങിലോട്ട് പോകാം. ഹിൽ ഡ്രൈവിംഗ് അതൊരു ചെരിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട് നമ്മൾ വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ആ വാഹനം കൊണ്ട് കയറ്റം കയറുകയാകാം, അല്ലെങ്കിൽ ആ വാഹനം കൊണ്ട് ഇറങ്ങുകയാകാം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? ഇപ്പം നോർമലി നമ്മൾ പറയാറുണ്ട്, നമ്മൾ കയറ്റം കയറുന്ന സമയങ്ങളിൽ ഏത് ഗിയറാണോ യൂസ് ചെയ്യുന്നത് ആ ഗിയർ ഉപയോഗിച്ചിട്ട് തന്നെ വേണം വാഹനം ആ ഇറങ്ങാൻ എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. കാരണം നമുക്കറിയാം, ഒരു ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ടോർക്കൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും ടോർക്ക് കുറഞ്ഞ ഗിയറായ 5th കൊണ്ടുപോയിട്ട് നമുക്ക് ഒരിക്കലും വാഹനം ഇടാൻ പാടില്ല. കാരണം നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ മെന്നില്ല പിടുത്തം ഒന്ന് വിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വാഹനത്തിന് അപകടം വരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. പിന്നെ നമ്മൾ ബ്രേക്ക്, ഇപ്പോൾ 5th വാഹനം പോകുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ബ്രേക്കിന്റെ
ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുമ്പോൾ നമ്മൾക്ക് ബ്രേക്ക് കുറേ തവണ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഫാഡിങ് ഓഫ് ബ്രേക്സ് എന്നുള്ളൊരു സിസ്റ്റം വരും അല്ലേ. അത് കുറേ തവണ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ആ ബ്രേക്കിന്റെ കാര്യക്ഷമത കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാഡിങ് ഓഫ് ബ്രേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാഡിങ് ഓഫ് ബ്രേക്സ് ഉണ്ടായിട്ട് നമുക്ക് വാഹനത്തിന്റെ കൺട്രോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കയറ്റം കയറുന്ന സമയത്തും ഇറക്കിറങ്ങുന്ന സമയത്തും വാഹനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഹില്ല് ഡ്രൈവിംഗ് ഓടിക്കുന്ന സമയത്ത്, ഹിൽ ഏരിയയിലൂടെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു വാഹനം ഒരു കയറ്റം കയറുന്ന സമയത്ത്, അതായത് നമ്മൾ വാഹനം ഓടിക്കണം, അതായത് കയറ്റം കയറുന്ന സമയത്ത് കേട്ടോ, അത് ഒരു വാഹനത്തെ നിർത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും ഓടിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ഥലത്ത് നിന്ന് നിർത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും ഓടിക്കേണ്ടി വരികയാണ്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ വീണ്ടും എടുക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾക്ക് വാഹനം പിന്നോട്ട് പോകാതെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ട പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാഹനത്തിൽ ഹാൻഡ് ബ്രേക്ക് ഇടുക. നമ്മൾ വാഹനം എപ്പോഴും കയറ്റത്തൊക്കെ നിർത്തിയിടുന്ന സമയത്തോ അല്ലെങ്കിൽ എടുക്കുന്ന സമയത്തോ ഹാൻഡ് ബ്രേക്ക് ഇടുന്ന എടുക്കൽ. രണ്ടാമത് ക്ലച്ച് പൂർണ്ണമായും ചവിട്ടിയ ശേഷം ഫസ്റ്റ് ഗിയറിലോട്ട് ഇടുക. വാഹനം ഹാൻഡ് ബ്രേക്കിലായിരിക്കണം, ക്ലച്ച് പൂർണ്ണമായും ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയറിലോട്ട് ഇടണം. ദെൻ മൂന്നാമത്തെ ആക്സിലേറ്റർ മെല്ലെ ചവിട്ടി എഞ്ചിൻ RPM കൂട്ടി ക്ലച്ച് മെല്ലെ ബൈറ്റിംഗ് പോയിന്റ് വരെ കൊണ്ടുവരിക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഓരോ പോയിന്റ്സ് കിട്ടുമ്പോൾ ആ പോയിന്റ് കൂടി അതിന് കൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. നേരത്തെ ഫാഡിംഗ് ഓഫ് ബ്രേക്സ് വന്ന പോലെ തന്നെ ഇതിൽ ഒരു ബൈറ്റിംഗ് പോയിന്റ് ആണ്. എന്താണ് ബൈറ്റിംഗ് പോയിന്റ്? ഒരു തവണ PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ സിലബസോ കാര്യങ്ങളോ പറയുന്ന സമയത്തോ നമ്മൾ പഠിക്കുന്ന സമയത്തോ ഒന്നും ബൈറ്റിംഗ് പോയിന്റ് എന്താ എന്നുള്ളതൊന്നും നമുക്ക് സെന്റൻസ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല. പക്ഷേ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഇവിടെ ഒരു ബൈറ്റിംഗ് പോയിന്റ് വരുന്നുണ്ട്. എന്താണ് ബൈറ്റിംഗ് പോയിന്റ് എന്നുള്ളത്? എന്താണ് ബൈറ്റിംഗ് പോയിന്റ്? നമുക്കറിയാം, നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന ആളുകളായിരിക്കും. വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു നിശ്ചിത പോയിന്റിൽ എത്തുന്ന സമയത്തായിരിക്കും വാഹനം മൂവ് ചെയ്ത് തുടങ്ങുക അല്ലേ. ക്ലച്ച് ഫുള്ള് ചവിട്ടുന്നിട്ട് മെല്ലെ റിലീസ് ചെയ്ത് വരുമ്പോൾ ഒരു നിശ്ചിത പോയിന്റിൽ എത്തുമ്പോൾ വാഹനം എന്ത് ചെയ്യും, റിലീസ് ചെയ്ത് തുടങ്ങും. നമ്മുടെ വാഹനം മൂവ് ചെയ്ത് തുടങ്ങും. ആ മൂവ് ചെയ്യുന്ന, അതായത് ക്ലച്ച് എൻഗേജ് ഡിസെൻഗേജ് ആവുന്ന ആ കറക്റ്റ് പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈറ്റിംഗ് പോയിന്റ്. ആ പോയിന്റിൽ വെച്ചായിരിക്കും വാഹനം മൂവ് ചെയ്ത് തുടങ്ങുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു തവണ ഡ്രൈവർ കം OAR എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആക്സിലേറ്റർ മെല്ലെ ചവിട്ടി എഞ്ചിൻ RPM കൂട്ടി ക്ലച്ച് മെല്ലെ ബൈറ്റിംഗ് പോയിന്റിൽ കൊണ്ടുവരിക. ദെൻ അടുത്തത് വാഹനം ചലിക്കുവാൻ സുരക്ഷിതമാണോ എന്ന് പരിശോധിച്ച ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ക്ലച്ച് ആവശ്യത്തിന് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്ത് മുന്നോട്ട് പോവുക. നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന ആളുകളായതുകൊണ്ട് ഇത് അറിയുന്നുണ്ടായിരിക്കും എല്ലാവർക്കും, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഈ ചില ടേംസ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു പാട്ടൊക്കെ പറഞ്ഞു പോകുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ സ്ലിപ്പിംഗ് ദി ക്ലച്ച് മെത്തേഡ്. സ്ലിപ്പിംഗ് ക്ലച്ച് മെത്തേഡ് നമ്മൾ നേരത്തെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടുള്ള മെത്തേഡാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു കയറ്റത് സ്ലിപ്പിംഗ് ദി ക്ലച്ച് മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്ലച്ച് അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ഗിയർ ഇട്ട ശേഷം ക്ലച്ച് ഉയർത്തി ബൈറ്റിംഗ് പോയിന്റിൽ എത്തിക്കുന്നു. അതിനുശേഷം ബ്രേക്ക് റിലീസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ആക്സിലേറ്റർ കൊടുത്ത് വാഹനം മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ നമ്മളിവിടെ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നില്ല. ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാത്ത മെത്തേഡാണ് ഇതിൽ പറയുന്നത്. എന്താ നോർമലി നമ്മൾ ചെയ്യുന്നത്, ക്ലച്ച് ഇടുന്നു, ബ്രേക്ക്. അപ്പോൾ നമ്മളുടെ ഇടത്തെ കാല് ക്ലച്ചിലുണ്ടായിരിക്കും, വലത്തെ കാല് നമ്മൾ എന്തെങ്കിലും ബ്രേക്കിലുണ്ടായിരിക്കും അല്ലേ. ക്ലച്ച് മെല്ലെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ബൈറ്റിംഗ് പോയിന്റ് എത്തുന്ന സമയത്ത് വണ്ടിക്ക് ചെറിയൊരു വൈബ്രേഷൻ വരും, വാഹനത്തിന് ചെറിയൊരു വൈബ്രേഷൻ വരും, നമുക്ക് അറിയാൻ കഴിയും മൂവ് ചെയ്ത് തുടങ്ങി. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ച് റിലീസ് ചെയ്യുന്നു, നേരെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുത്ത് എഞ്ചിൻ RPM ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. അങ്ങനെ എടുത്ത് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലിപ്പിംഗ് ദി ക്ലച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡ്രൈവിംഗ് അപ്പ് ഹില്ല്. ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കയറ്റത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരു കയറ്റത്തോടെ നമ്മൾ ഇവിടുന്ന് വാഹനം ഓടിച്ചു പോവുകയാണ്. അപ്പോൾ ഓടിച്ചു പോകുന്നതിന് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്ത നെക്സ്റ്റ് എപ്പോഴും അങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലോ ഗിയർ ഉപയോഗിക്കുക. നമ്മളെപ്പോഴും ഗിയർ ഏറ്റവും ചെറിയ ഗിയർ അല്ലേ, ഏറ്റവും ചെറിയ ഗിയർ എന്നാൽ ഫസ്റ്റ് ഗിയർ തന്നെ ഉപയോഗിക്കണം എന്നില്ല. കാരണം ചിലപ്പോൾ വലിയൊരു കയറ്റം ആവില്ല, നമുക്ക് സെക്കൻഡ് ഗിയറിലും ഈസി ആയിട്ട് വലിഞ്ഞു പോകാൻ പറ്റുന്ന കയറ്റമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റോ സെക്കൻഡോ നമുക്ക് ഉപയോഗിക്കാം അല്ലേ. എന്തായാലും നോർമലി എന്ത് ചെയ്യണം, എപ്പോഴും ലോ ഗിയറുകളാണ് ഉപയോഗിക്കേണ്ടത്. ലോ ഗിയറുകളിൽ ടോർക്ക് വളരെയധികം കൂടുതലായിരിക്കും, സ്പീഡ് കുറയും, ടോർക്ക് കൂടുതലായിരിക്കും. ദെൻ നെക്സ്റ്റ് വാഹനം ലോ ഗിയറിൽ വേഗത കുറക്കുമെങ്കിലും വാഹനത്തിന്റെ ടോർക്ക് കൂടുവാൻ ഇത് കാരണമാകുന്നു. ഇതിലൂടെ ചെങ്കുത്തായ കയറ്റങ്ങളും എളുപ്പത്തിൽ കയറാൻ സാധിക്കുന്നു അല്ലെ. അപ്പോൾ ടോർക്ക് വളരെ കുറവ് ഏത് ഗിയറിലായിരിക്കും, ലോ ഗിയറിലായിരിക്കും. ടോർക്ക് ഏറ്റവും കൂടുതൽ ടോർക്ക് ഏറ്റവും കൂടുതൽ ലോ ഗിയറിലായിരിക്കും, ടോർക്ക് ഏറ്റവും കുറവ് ഹൈ ഗിയറിലായിരിക്കും. ടോർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് വാഹനത്തിന്റെ സ്പീഡ് വരിക. ദെൻ നെക്സ്റ്റ് അടുത്ത്
കയറ്റത്തോട് അടുക്കുമ്പോൾ ആക്സിലേറ്റർ കൂട്ടുക. വാഹനം കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാക്സിമം കയറ്റം വരികയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുക്കുക. മുന്നിൽ ഒരു ചെങ്കുത്തായ കയറ്റം കാണുകയാണെങ്കിൽ ആക്സിലറേഷൻ കൂടുന്നതിലൂടെ വാഹനത്തിന്റെ വേഗത കൂടുകയും അതിലൂടെ എളുപ്പം കയറിപ്പോകാൻ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മൾ കയറ്റത്ത് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് എക്സാമിന് വരുന്നത് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റത്തെ ഏതെങ്കിലും ഒരു കൺക്ലൂഷൻ പോയിന്റ് ആയിരിക്കും എക്സാമിന് വരിക. then അതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കുന്നു ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ആവശ്യാനുസരിച്ച് ഉപയോഗിക്കുക. വാഹനത്തിന്റെ വേഗത കുറയുമ്പോൾ ഗിയർ ഡൗൺ ചെയ്യുക. നല്ല വളവുകളിൽ ഗിയർ ഡൗൺ ചെയ്ത് വേഗത കുറച്ച് പോവുക. അപ്പോൾ നമ്മൾ നോർമലി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഗിയർ അനുസരിച്ച് ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് ഇടുന്നത്, വീണ്ടും കയറ്റം കയറിക്കൊണ്ടേയിരിക്കുകയാണ്, വാഹനത്തിന്റെ വേഗത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ഫസ്റ്റ് ഗിയറിലോട്ട് ഇടുക. നല്ല വളവുകളിൽ ഗിയർ ഡൗൺ ചെയ്ത് ഉപയോഗിക്കുക. വാഹനം എപ്പോഴും ഗിയറിൽ ടൗണിൽ എത്തുന്ന സമയത്ത് അതേപോലെ വളവെത്തുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വാഹനത്തിന്റെ ഗിയർ ഡൗൺ ചെയ്യണം എന്നുള്ളതാണ് നിയമപരമായിട്ട് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. മുന്നിലുള്ള വാഹനവുമായി ആവശ്യത്തിനുള്ള ദൂരം നിലനിർത്തുക. ഇത് നോർമലി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന മറ്റൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതായത് നമ്മളൊരു വാഹനത്തിൽ നിന്നും കീപ്പ് ചെയ്യേണ്ട ദൂരം എത്രയെന്നാണ്. നോർമലി നമ്മൾ അതിന് പറയല് സേഫ് ഡിസ്റ്റൻസ് എന്നാണ് പറയല്. സേഫ് ഡിസ്റ്റൻസ് എന്നാണ് നോർമലി നമ്മൾ അതിന് പറയാറുള്ളത്. പക്ഷെ അത് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു കറക്റ്റായിട്ട് അളവായിട്ടില്ല. നമുക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള എത്ര ഡിസ്റ്റൻസ് പാലിച്ചിട്ട് പിന്നിലായിരിക്കണം നമ്മൾ തൊട്ട് മുന്നത്തെ വാഹനത്തിൽ നിന്ന് കീപ്പ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുക. അതിന് ആൻസർ സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അത് നമുക്ക് മാറും. നമ്മളൊരു 60 സ്പീഡിൽ പോകുന്ന സമയത്തും ഒരു 40 സ്പീഡിൽ പോകുന്ന സമയത്തും ഒരു 100 സ്പീഡിൽ പോകുന്ന സമയത്താണെങ്കിലും ഒരു വളവിലൂടെ വാഹനം ഓടിക്കുന്ന അല്ലെങ്കിൽ ഒരു കയറ്റം ഒരു ചുരം ഓടിക്കുന്ന സമയത്താണെങ്കിലൊക്കെ നമ്മളുടെ സേഫസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാറും അല്ലേ, എപ്പോഴും മാറും. കാരണം നമുക്കറിയാം 100 km/h പോകുന്ന ഒരു വാഹനത്തിന്റെ സേഫസ്റ്റ് ഡിസ്റ്റൻസ് മാക്സിമം കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിഡന്റിന്റെ സാധ്യത കൂടുതലാണ്. അത് നമ്മളൊരു ടൗണിലൂടെ മെല്ലെ മെല്ലെ പോകുമ്പോൾ നമുക്ക് കുറച്ച് സേഫ് ഡിസ്റ്റൻസ് വളരെ കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് മെല്ലെ പോകുന്നത് കൊണ്ട് അല്ലേ, ബ്ലോക്കിലൊക്കെ പെട്ട് കിടക്കുമ്പോൾ നമ്മൾ മാക്സിമം അടുത്ത് തന്നെയാണ് വാഹനം കൊണ്ട് നിർത്താറുള്ളത്. നമുക്ക് അങ്ങനെ അടുത്തടുത്ത് പോകാൻ പറ്റും, വലിയൊരു അപകട സാധ്യത ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ സാധിക്കാവുന്ന സ്ഥലത്തെല്ലാം ഗിയർ അപ്പ് ചെയ്യുക, വളവുകളിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കുക. ഇത് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവ് റെഗുലേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ പറയുന്നതാണ് അല്ലേ, വളവുകളിൽ അതേപോലെ തന്നെ നമുക്ക് കാണാത്ത സ്ഥലങ്ങളിൽ ഒന്നും നമ്മൾ ഒരിക്കലും മുന്നിലോട്ട് റോഡ് കാണുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഡ്രൈവിംഗ് ഡൗൺ ഹില്ല്. ഈ ഡൗൺ ഹില്ലിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. നോർമലി സാധാരണ ഡ്രൈവർ കമ്മോയൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യന് നമുക്ക് നോക്കാം, ഇതിലുണ്ടോ നോക്കാം. താഴ്ന്ന ഗിയറുകളിൽ ഇറങ്ങി പോവുക, കഴിയുമെങ്കിൽ എഞ്ചിൻ ബ്രേക്ക് അല്ലെങ്കിൽ എക്സോസ്റ്റ് ബ്രേക്ക് ഉപയോഗിക്കുക. എക്സോസ്റ്റ് ബ്രേക്ക് പറഞ്ഞ ഇതുണ്ട്, എഞ്ചിൻ എക്സോസ്റ്റ് ബ്രേക്ക് എന്നാണ് നമ്മൾ നോർമലി പറയാറുള്ളത്. വാഹനങ്ങളിലെ എഞ്ചിനിൽ നിന്ന് തന്നെ ഒരു പിടുത്തം വരുന്ന രീതിയിൽ വാഹനം നമ്മൾ നോർമൽ ഫുഡ് ബ്രേക്ക് അല്ലാതെ, ഫുഡ് ബ്രേക്കിനെ നമ്മൾ കാലുകൊണ്ട് ചുവട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്രേക്കിനെ നോർമലി നമ്മൾ പറയാറുള്ളത് സർവീസ് ബ്രേക്ക് എന്നാണ് കേട്ടോ. ആ ഒരു പേരും കൂടി ജസ്റ്റ് ഓർത്തിരിക്കുക, സർവീസ് ബ്രേക്ക് എന്നാണ് നോർമലി പറയാറ്. അതായത് എഞ്ചിൻ ബ്രേക്കും ഉണ്ട്, സർവീസ് ബ്രേക്കും ഉണ്ട്. നമ്മൾ കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മൾ പിടിക്കുന്ന ബ്രേക്ക്, ബൈക്കാണെങ്കിൽ കൈകൊണ്ട് പിടിക്കുന്ന ബ്രേക്കിനൊക്കെ നമ്മൾ പറയുന്നത് സർവീസ് ബ്രേക്കാണ്. അല്ലാത്ത വാഹനത്തിന് എഞ്ചിന്റെ എക്സോസ്റ്റ് ബ്രേക്ക് എന്ന് പറയുന്നത് എഞ്ചിനിൽ നിന്നുള്ള വാക്വം ഉപയോഗിച്ചിട്ട്, എഞ്ചിനിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബ്രേക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്താണ്, അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എഞ്ചിൻ എക്സോസ്റ്റ് ബ്രേക്ക് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്രേക്കിനെയാണ് നമ്മൾ സർവീസ് ബ്രേക്ക് എന്ന് പറയുന്നത്. കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. ഇതായിരിക്കും ക്വസ്റ്റ്യൻ വന്നിരുന്നത്. ഇതാണ് കഴിഞ്ഞ തവണ മീൻസ് ഇതിന് മുന്നേ നടന്ന ഒരു ഡ്രൈവർ എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻ. കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. അതൊരു ഓപ്ഷൻസിൽ ഒരു ആൻസർ ആയിരുന്നു, ഒരു സ്റ്റേറ്റ്മെന്റിലെ ഒരു ആൻസർ ആയിരുന്നു, അതായിരുന്നു കറക്റ്റ്. നമ്മളെപ്പോഴും ഒരു വാഹനം നമ്മൾ താഴോട്ട് ഓടിക്കുകയാണെങ്കിൽ, ഒരു ഇറക്കത്ത് നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വാഹനം കയറി വരുന്നുണ്ടെങ്കിൽ ആ വാഹനത്തിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത്. ഒരു വളവാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ആ വാഹനത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ദെൻ വളവുകളിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കുക, വളവുകളിൽ വേഗത കുറച്ച് താഴ്ന്ന ഗിയറിൽ പോവുക. നോർമലി നമ്മൾ പാലിക്കേണ്ട കാര്യം അല്ലേ, വളവുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, കെർവ് ആയിട്ടുള്ള ഏരിയകളിൽ നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റാത്ത ഏരിയകളിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഓവർടേക്ക് ചെയ്യരുത്. അതേപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങൾക്കും കൂടി പോകാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ വാഹനങ്ങളൊക്കെ വളവുകളിലും ഈ ഉയരം കയറ്റം കയറുന്ന സമയങ്ങളിലൊക്കെ വാഹനം ഓടിക്കാൻ. ദെൻ നെക്സ്റ്റ് അടുത്ത നമ്മൾ ഈ കയറ്റം കയറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ടെക്നോളജിയാണ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ടെക്നോളജി. ഹിൽ ഹോൾഡ് അസിസ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ ഹിൽ അസിസ്റ്റ് ടെക്നോളജി എന്ന് പറയും. ഹിൽ ഹോൾഡ് സിസ്റ്റം എന്നാണ് നോർമലി നമ്മൾ പറയാറുള്ളത്. നമുക്ക് നോർമലി നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഹിൽ ഹോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എച്ചിന്റെ ചിഹ്നം വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ബ്രേക്ക് നോർമലി നമ്മൾ ബ്രേക്ക് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ, ബ്രേക്കിന്റെ നമ്മളുടെ
പാർക്കിംഗ് ബ്രേക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ബ്രേക്കിന് ഇങ്ങനെ ഒരു പി കാണിക്കാണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ബ്രേക്കിനൊക്കെ ഓൾറെഡി കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ഹിൽ ഹോൾഡ് ആണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ എച്ച് ഉണ്ടായിട്ട് അതിൻ്റെ അപ്പുറത്ത് പുറത്തുള്ള ഒരു വരായിട്ട് എച്ച് ഉണ്ടാവും. അതാണ് ഹിൽ ഹോൾഡ് ടെക്നോളജി അല്ലെങ്കിൽ ഹിൽ അസിസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. എന്താണ് ഹിൽ ഹോൾഡ്? ആ പേര് തന്നെ ഉണ്ട്, ഒരു കയറ്റത്ത് പിടിച്ചു നിർത്തുക, വാഹനത്തെ പിന്നോട്ട് പോരാതെ പിടിച്ചു നിർത്തുന്ന ടെക്നോളജിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ അസിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. വാഹനങ്ങൾ കയറ്റങ്ങൾ നിർത്തിയ ശേഷം വീണ്ടും ഓടിച്ചു പോകേണ്ട സാഹചര്യങ്ങളിൽ വാഹനം പിറകിലോട്ട് ഉരുളാതെ വാഹനത്തെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹിൽ ഹോൾഡ്. അപ്പോൾ ഹിൽ ഹോൾഡ് സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന വാഹനം നമ്മൾ ബ്രേക്ക് ചെയ്ത് പിടിച്ചു നിന്നു, നമ്മൾ നെക്സ്റ്റ് നമ്മൾ ആക്സിലേറ്ററോട്ട് കാലെടുത്ത് വെക്കണം. അപ്പോൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ബ്രേക്ക് വന്ന് കാലെടുത്തിട്ട് ആക്സിലേറ്ററിൽ കൊടുക്കുന്നത് വരെ ആ ഒരു ചെറിയ സമയത്താണെങ്കിൽ വാഹനം പിന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നോട്ട് വരാതെ അവിടെ പിടിച്ചു നിർത്തുന്ന ആ ഒരു ടെക്നോളജി ഇപ്പോൾ വാഹനങ്ങളിലൊക്കെ ഉണ്ട്. ഒരു ബ്രേക്ക് മെക്കാനിസം കൊടുക്കുകയാണ് അത് ചെയ്യാം. അപ്പോൾ ആ ഒരു മെക്കാനിസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്രോസ് കൺട്രി ഡ്രൈവിങ്ങും അതേപോലെ തന്നെ ഒരു വാഹനം ഹിൽ ഏരിയയിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡ്രൈവർ കം OA എന്നുള്ള എക്സാമിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഡ്രൈവറിന്റെ മറ്റ് യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള എക്സാമിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള സിലബസിൽ പറഞ്ഞിട്ടുള്ള തന്നെ ഒരു ഭാഗമായിരിക്കും. നമ്മൾ ജസ്റ്റ് എന്താണെന്നുള്ളത് ഒരു അവയർനെസ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഉണ്ടാക്കിയിരിക്കുക. വലിയ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കൂല, സിമ്പിൾ ആയിട്ടായിരിക്കും. ഈ കൺസെപ്റ്റ് അറിയും അല്ലെങ്കിൽ ഈ കണ്ടന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഡ്രൈവറിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന് മാത്രമായിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡ്രൈവർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് അവൈലബിൾ ആണ്. ആ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൂടെ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.